സോ ഹായ് ഗൈസ്, CMF ഫോൺ 1 ഇന്നലെ ഒരു മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് നത്തിങ് OS 3.0 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 15. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൽ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. ഇതിൽ മെയിൻലി ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഇതിൽ പുതിയ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ മാറ്റം നോക്കാന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം നത്തിങ്ങിൻ്റെ ഒരു ഗാലറി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, നത്തിങ് ഗാലറി ടൈപ്പ് ചെയ്യുക, അവിടെ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൽബം വൈസും ഒക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് വേറെ ഫീച്ചർ കിട്ടുന്നത് ഗാലറിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അത് നമ്മൾ ലോങ് ട്രസ് ആ ഫോട്ടോൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോട്ടോ നമുക്ക് സ്റ്റിക്കറായിട്ട് സേവ് ചെയ്യാനും പറ്റും, ഷെയർ ചെയ്യാനും പറ്റും. ഓക്കെ, അതേമാതിരി നമുക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ, ലൈക്ക് ഇങ്ങനെ വല്ലതും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഫോട്ടോസ് ഇൻസ്റ്റാൾഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഈ എഡിറ്റിൻ്റെ ഓപ്ഷൻ കിട്ടില്ല. അപ്പോൾ എന്തായാലും ഗൂഗിൾ ഫോട്ടോസ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്താലാണ് ഇവിടെ നമുക്ക് എഡിറ്റിൻ്റെ ഓപ്ഷൻ കിട്ടുള്ളൂ, ഉണ്ടല്ലേ. പിന്നെ വേറൊരു ഫീച്ചർ നോക്കാന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോസ് വല്ലതും ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും കാണാണ്ട് ഇവിടെ, കണ്ടില്ലേ. നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ച് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്താലാണ് ആ ആൽബം ഓപ്പൺ ആവുള്ളൂ. അതേമാതിരി നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് നമുക്ക് ഇവിടെ ഹാർട്ടിൻ്റെ ഒരു സിമ്പിൾ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് പോകുമ്പോൾ ആ ഫോട്ടോ കുറച്ച് വലുതായിട്ടാവും കാണുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് ഫീച്ചേഴ്സ് നമ്മുടെ നത്തിങ് ഗാലറി ആപ്ലിക്കേഷനിൽ. രണ്ടാമത്തെ മാറ്റം വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വിഡ്ജറ്റ് ആഡ് ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വിഡ്ജറ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൗണ്ട് ഡൗൺ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനുണ്ട്, മീൻസ് പുതിയൊരു വിഡ്ജറ്റ് കാണാനുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പാർട്ടിയോ എന്തെങ്കിലും ഡേറ്റ് ഓർമ്മ വയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ലൈക്ക് പാർട്ടി എന്ന് അടിക്കണോ, പാർട്ടി അടിച്ചു കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ പിന്നെ ഡേറ്റ് എനിക്കിപ്പോൾ ഒരു 21 ആ പാർട്ടി ഉള്ളത്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡേയ്സ്, മന്ത്സ്, ഇയർസ് അതൊക്കെ ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ഷേപ്പൊക്കെ മാറ്റാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ ഷേപ്പൊക്കെ മാറ്റാൻ പറ്റും. അതേമാതിരി ഡിസ്പ്ലേ ദ ടൈം റിമൈൻഡർ ഒക്കെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് ബാക്ക് പോവുക. ബാക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ 5 days ലെഫ്റ്റ് അൺടിൽ പാർട്ടി. ഈ വിഡ്ജറ്റ് എനിക്ക് അത്ര യൂസ്ഫുള്ളായി തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഈ വിഡ്ജറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തൊരു മാറ്റം കാണാൻ കിട്ടുന്നത് നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ പുതിയൊരു ആനിമേഷൻ കാണാൻ കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡോട്ട് ആനിമേഷൻ കാണാൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് താഴത്തേക്ക് പോകുമ്പോൾ നമുക്കവിടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് കാണും. സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ എക്സ്പെരിമെൻ്റൽ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പുതിയൊരു ഓപ്ഷൻ ആഡ് ആയിട്ടുണ്ട്, വിച്ച് ഈസ് ഡോട്ട് മാട്രിക്സ് ടൈറ്റിൽ യൂസ് ഡോട്ട് ഫോണ്ട് ഫോർ സെറ്റിങ്സ് ടൈറ്റിൽസ്. അപ്പോൾ അവിടെ ഞാൻ ഇത് ഓൺ ആക്കുമ്പോൾ നമ്മുടെ സെറ്റിങ്സിൻ്റെ ഈ എക്സ്പെരിമെൻ്റൽ ഫീച്ചേഴ്സ് കണ്ടോ, അത് ഞാനിപ്പോൾ ഇത് ഓഫ് ആക്കുമ്പോൾ വേറെ മാതിരിയാവും, ഓൺ ആക്കുമ്പോൾ വേറെ മാതിരിയാവും. ഡോട്ട് ഫോണ്ടിലാണ് വന്നിരിക്കുന്നത്. അതേമാതിരി നമ്മുടെ സെറ്റിങ്സിൽ കണ്ടില്ലേ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. അതേമാതിരി ഞാൻ ഇവിടെ ലോക്ക് സ്ക്രീനിൽ പോകുമ്പോൾ അവിടെ ഉണ്ടല്ലേ, ലോക്ക് സ്ക്രീനിൻ്റെ ഫോണ്ടൊക്കെ ഇങ്ങനെ ഡോട്ട് മാട്രിക്സിലാണ് കാണാൻ കിട്ടുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. വേറെ ഒരു മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ നത്തിങ് ഫോണിൻ്റെ വിഡ്ജറ്റ്സ് വേറെ നത്തിങ് ഫോണിൻ്റെ യൂസറായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എനിക്ക് ഒരു ആപ്ലിക്കേഷനിൽ മാത്രമേ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യാണ്, വിഡ്ജറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ കുറേ വിഡ്ജറ്റ്സിൽ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഒരു വിഡ്ജറ്റിൽ ഇത് മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ. ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോസ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വിഡ്ജറ്റ് എനിക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഷെയറിൻ്റെ ഓപ്ഷൻ കാണാണ്ട്, ഷെയറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഷെയറിങ് കൊടുക്കുക. നത്തിങ്ങിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ നത്തിങ്ങിൻ്റെ യൂസറായിട്ട് ഈ വിഡ്ജറ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ CMF ഫോൺ 1 ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ലോക്ക് സ്ക്രീനിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കസ്റ്റമൈസ് ലോക്ക് സ്ക്രീൻ എന്ന് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളവിടെ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ക്ലോക്ക് സ്റ്റൈൽ മാറ്റാൻ പറ്റും. കണ്ടില്ലേ എത്ര ക്ലോക്ക് സ്റ്റൈൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഏതാണ് ക്ലോക്ക് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടം അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ടാപ്പ് ടു ആഡ് വിഡ്ജറ്റ്സ്, ഇവിടെ വിഡ്ജറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ടാപ്പ് ടു ആഡ് വിഡ്ജറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എക്സ്പാൻഡ് വിഡ്ജറ്റ്സ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനുണ്ടാവും. ആ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ ആ ക്ലോക്ക് നമ്മുടെ ഡിസപ്പിയർ ആവുന്നതാണ്. അപ്പോൾ ക്ലോക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് വിഡ്ജറ്റ്സ് ഏരിയ നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ എക്സ്പാൻഡഡ് വിഡ്ജറ്റ്സ് ഏരിയ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ചെറിയ വിഡ്ജറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് അവിടെ കമ്പസിനെ സെറ്റ് ചെയ്യുമ്പോൾ കമ്പസിന് ഇങ്ങനത്തെ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 വിഡ്ജറ്റ്സ്, ഇങ്ങനത്തെ ചെറിയ വിഡ്ജറ്റ്സൊക്കെ വെക്കണമെങ്കിൽ 16 വിഡ്ജറ്റ്സ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേമാതിരി വലിയ വിഡ്ജറ്റ്സ് ആണെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് നോക്കാം. വലിയ വിഡ്ജറ്റ്സ് ആണെങ്കിൽ അത്ര അധികം നമുക്ക് വെക്കാൻ പറ്റില്ല. മാറ്റാൻ വന്നിരിക്കുന്നത് നമുക്ക് AI ജനറേറ്റഡ് വാൾപേപ്പേഴ്സ് വെക്കാൻ പറ്റും നമ്മുടെ CMF ഫോൺ 1. അതിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്യുക ഹോം സ്ക്രീനിൽ. അതിന് കഴിഞ്ഞിട്ട് കസ്റ്റമൈസേഷൻ പോവുക. കസ്റ്റമൈസേഷൻ പോയിട്ട് മോർ വാൾപേപ്പേഴ്സിൽ പോവുക. വാൾപേപ്പർ സ്റ്റുഡിയോയിൽ പോവുക. വാൾപേപ്പർ സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഏതാണ് ഇഷ്ടം അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അതിന് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇത് നെറ്റ് വേണം, ഇൻ്റർനെറ്റ് വേണം, നാലെയാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു വാൾപേപ്പറാണ് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും, നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് സെറ്റ് ആസ് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ആപ്പ് ഡ്രോയറിലാണ്. ഇപ്പോൾ ആപ്പ് ഡ്രോയറിൽ നമുക്ക് ഐഫോണിൻ്റെ മേലത്തെ ആപ്പ് ഡ്രോയർ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡീഫോൾട്ടിലാണ് കിടക്കുന്നത്. ഇവിടെ സ്മാർട്ട് ബീറ്റയിൽ പോകുമ്പോൾ നമുക്ക് ഐഫോണിൻ്റെ മേലത്തെ ആപ്പ് ഡ്രോയർ ആണ് കിട്ടുന്നത്. ഇവിടെ കണ്ടില്ലേ യൂട്ടിലിറ്റീസ്, സോഷ്യൽ, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, എൻ്റർടൈൻമെൻറ്റ്, മൾട്ടിമീഡിയ ടൂൾസ്, ഫൈനാൻസ്, പ്രൊഡക്ടിവിറ്റി, ഗെയിംസ്, ട്രാവൽ. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് സോർട്ട് ചെയ്ത് തരും നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് പോകാനും പറ്റും. അതേമാതിരി വേറൊരു ഓപ്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആപ്പ് ഡ്രോയറിൽ, ലൈക്ക് ഇവിടെ ഞാൻ കണ്ടില്ലേ യൂട്യൂബ്, ടോഡ് ഡ്രോയിഡ്, ഡിജി ലോക്കർ, ഗാലറി, ടെലിഗ്രാം, കാൽക്കുലേറ്റർ, കീപ്പ് നോട്ട്സ് ഇവിടെ ഞാൻ മുകളിൽ ടോപ്പ് പ്രയോറിറ്റി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും എത്ര ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷന് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജിയോൻ്റെ ആപ്ലിക്കേഷന് ഇവിടെ ലോങ് പ്രസ് ചെയ്യാണ്. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പിൻ ടു ടോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിൻ ടു ടോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ ഇവിടെ വരും. അതുമാതിരി നമുക്ക് എത്ര ആപ്ലിക്കേഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അത് നമ്മുടെ കൺട്രോൾ സെൻറ്ററിലത്തെ വിഡ്ജറ്റ്സ് നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ സെൻറ്റർ എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ എഡിറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനുണ്ട്. ഇവിടെ മൊബൈൽ ഡാറ്റ കണ്ടില്ലേ, മൊബൈൽ ഡാറ്റയുടെ അവിടെ എനിക്ക് റീസൈസ് ചെയ്യാൻ പറ്റും. അതേമാതിരി വൈഫൈൻ്റെ അത് എനിക്ക് റീസൈസ് ചെയ്യാൻ പറ്റും. അതേമാതിരി ബ്ലൂടൂത്ത് വേണമെങ്കിൽ ഇങ്ങനെ റീസൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെനിക്ക് ഇങ്ങനെ റീസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. റീസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫോൾട്ട് സെറ്റിങ്സിൽ വേണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡു യു കൺഫേം റീസെറ്റിംഗ് ദ ക്വിക്ക് സെറ്റിങ്സ് ടു ഡിഫോൾട്ട് ലേ ഔട്ട്. അപ്പോൾ കൺഫേം കൊടുക്കുക. കൺഫേം ചെയ്യുമ്പോൾ ഡിഫോൾട്ട് സെറ്റിങ്സിൽ വരുന്നതായിരിക്കും. പിന്നെ ബ്രൈറ്റ്നസ് ഇവിടെ താഴത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് കൺവീനിയൻ്റ് ആണ്. പിന്നെ അതേമാതിരി നമുക്കിവിടെ ഓട്ടോ ബ്രൈറ്റ്നസിൻ്റെ ഓപ്ഷനും കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഓട്ടോ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അടുത്തത് നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ്ങിലാണ് വരുന്നത്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡിങ് ഇവിടെ എടുക്കുക. നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻ കാണാനുണ്ട്. ആ സിംഗിൾ ആപ്പ് ഇല്ലെങ്കിൽ എൻറ്റയർ സ്ക്രീന്. അപ്പോൾ സിംഗിൾ ആപ്പ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ റെക്കോർഡിങ്ങിന് ഓഡിയോ റെക്കോർഡ് ചെയ്യുക. പിന്നെ അവിടെ സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുക്കുമ്പോൾ ഏത് ആപ്ലിക്കേഷനാണ് റെക്കോർഡ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഗൂഗിൾ പ്ലേ ആണ് സെലക്ട് ചെയ്യുന്നത്. ഗൂഗിൾ പ്ലേ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീൻ റെക്കോർഡിങ് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഇപ്പോൾ ഇവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ബാക്ക് പോകുമ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി. ഇനി ഞാൻ ഗാലറിയിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ കണ്ടില്ലേ സ്ക്രീൻ റെക്കോർഡിംഗ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അടുത്ത ഫീച്ചർ നോക്കാമെന്ന് വെച്ചാൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ആർച്ചീവ് ചെയ്ത് വെക്കാൻ പറ്റും.
ഡീഫോൾട്ട് ആപ്ലിക്കേഷൻസ് പറ്റില്ല, ലൈക്ക് ഗൂഗിൾ ആപ്ലിക്കേഷൻസ് ഒന്നും പറ്റില്ല. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ പ്ലേ സ്റ്റോറിന്, അത് നമുക്ക് ആർച്ചീവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ആർച്ചീവ് ചെയ്യണോണ്ട് എന്താ ഗുണം, ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്പേസ് ഭയങ്കര കുറവാണ്, ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ സ്പേസ് നന്നായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ നമുക്ക് ആർച്ചീവ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ ഫോണിൻ്റെ ആ സിസ്റ്റത്തിൽ ഉണ്ടാവും, പക്ഷേ ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി യൂസ് ചെയ്യില്ല. ഓക്കെ. പിന്നെ ഈ ആർച്ചീവ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വാട്സാപ്പ് ആർച്ചീവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സാപ്പിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻഫോയിൽ പോകുമ്പോൾ ഇവിടെ ആർച്ചീവിൻ്റെ ഒരു ഓപ്ഷൻ കാണും. ആർച്ചീവിൻ്റെ ഓപ്ഷനിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ആർച്ചീവ് ആയി കഴിഞ്ഞു, കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സിമ്പിളാണ് കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പിന്നെയും ഈ വാട്സാപ്പ് ആർച്ചീവിന് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യേണ്ടി വരില്ല, ഓൾറെഡി ലോഗ്ഡ് ഇൻ ആയിരിക്കും. നമ്മളിപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഒന്നുകൂടി നമ്പറൊക്കെ ഇട്ടിട്ട് OTP ഒക്കെ കിട്ടിയിട്ട് പിന്നെ ലോഗിൻ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടി വരില്ല, ഓൾറെഡി ലോഗ്ഡ് ഇൻ ആയിരിക്കും. വേറെ ഒരു ഫീച്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഡിസ്പ്ലേയിൽ പോയിട്ട് ഇവിടെ സ്ക്രീൻ ടൈം ഔട്ട് ഉണ്ടല്ലോ, അതിപ്പോൾ 5 മിനിറ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 30 മിനിറ്റ്സിലാണ് വെക്കണമെങ്കിൽ ഇവിടെ എന്നോട് ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ 30 മിനിറ്റ്സ് സെറ്റ് ചെയ്യാൻ നോക്കുകയെന്ന് വെച്ചാൽ അവരോട് ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. ആ ഫിംഗർ പ്രിൻറ്റ് ഇല്ലാതെ നമുക്ക് 30 മിനിറ്റ്സ് സ്ക്രീൻ ടൈം ഔട്ട് വെക്കാൻ പറ്റില്ല. അതൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻ ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ്. ഇതൊക്കെയായിരുന്നു മാറ്റങ്ങൾക്ക് കാണാൻ കിട്ടിയത് ഇൻ CMF Phone 1. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക്